നിങ്ങളുടെ ഈമാൻ വരെ നഷ്ടപ്പെടാൻ, നിങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം നഷ്ടപ്പെടാൻ മതിയോ? റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തുൽ വാലിദൈൻ. അല്ലാഹു നിങ്ങളോട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലാഹുവിന് നിങ്ങളോട് പൊരുത്തമാണോ എന്നറിയാൻ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയാൽ മതി. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ, അവർക്ക് നിങ്ങളോട് പൊരുത്തമാണോ? അല്ലാഹു ജല്ല ജലാലു നിങ്ങളോട് പൊരുത്തമാണ്. മാതാപിതാക്കൾക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടോ? വെറുതെ ദേഷ്യം പിടിക്കണ മാതാപിതാക്കളുണ്ടോ? അവരോട് സോറി, നിങ്ങൾക്ക് തെറ്റ്. വെറുതെ മക്കളോട് ശത്രുത കാണിക്കുന്ന മാതാപിതാക്കൾ വളരെ അപൂർവമാണ്, എന്നാലും കാണും. അതല്ല, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ വകയുണ്ടായിരിക്കത് ചെയ്യാതെ, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിച്ചുകൊണ്ടോ അവരെ വേദനിപ്പിച്ചുകൊണ്ടോ ഏതെങ്കിലും രീതിയിൽ അവരുടെ കണ്ണീരൊഴുകിയാൽ അള്ളാഹുവിന്റെ അർശ് കടന്ന് പിടക്കുന്ന അവർ അള്ളാഹുവിന് ഇഷ്ടമല്ല, അള്ളാഹുവിന് അവരോട് ദേഷ്യമാണ്. സഖത്തുല്ലാഹ് ഫീ സഖത്തുൽ വാലിദൈൻ. അള്ളാഹുവിന്റെ ദേഷ്യം മാതാപിതാക്കളുടെ ദേഷ്യത്തിലാണ്. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് എഞ്ചിനീയറിംഗിന് പോയാൽ കിട്ടുന്ന ഹദീസല്ല. അവര് മെഡിസിൻ പഠിച്ചാൽ ഇതവിടെ ചർച്ചയല്ല. നമ്മുടെ മക്കള് BBAയോ MBAയോ MCAയോ എന്തെടുത്താലും അവരുടെ കരിക്കുലത്തിൽ ഇതൊന്നും ചർച്ച വരൂല. ഇത് പഠിപ്പിക്കുന്നത് ദീനാണ്, അള്ളാഹുവിന്റെ ശരീഅത്താണ് ഇത് പഠിപ്പിക്കുക. അല്ലാത്തവർക്ക് അത് ചർച്ചാ വിഷയം പോലുമല്ല. അതുകൊണ്ട് പൊന്നു മുഅ്മിനീങ്ങളെ ആമുഖമായി ഞാൻ പറഞ്ഞിടാൻ, മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുത്തേക്കണം. മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കിൻ. ഇന്ന് കേൾക്കാനും അറിയാനും നമ്മൾ വായന കുറഞ്ഞു പോയ കാലമാണ്. അതുകൊണ്ട് അല്ലാഹു കാണാനും കേൾക്കാനുമുള്ള ഒരുപാട് സംവിധാനങ്ങൾ CD ആയിട്ടോ യൂട്യൂബ് ആയിട്ടോ സോഷ്യൽ മീഡിയ ആയിട്ടോ കേൾക്കാനും കാണാനും മനുഷ്യൻ നോക്കി വായിക്കാൻ മടിയുള്ള കാലത്ത് ഒരുപാട് കാണാനും കേൾക്കാനും അല്ലാഹു അവസരം തന്നില്ലേ? മക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കിൻ, മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കിൻ. ഇല്ലെങ്കിൽ നഷ്ടമാണ്. അല്ലാഹു നമ്മുടെ സമൂഹത്തിന് അപമാനകരമായ ഒരു സംഭവങ്ങളും ഇനി ഒരിക്കലും സംഭവിക്കാതെ ഈ നാടിനെ വിശേഷിച്ചും മുസ്ലിം പ്രദേശങ്ങളിൽ അല്ലാഹുവിന്റെ കാവൽ മൊത്തത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കുടുംബത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത്. വളരെ പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ച്, മക്കളുമായുള്ള ബന്ധം, വീട്ടിൽ അനുജൻ ജ്യേഷ്ഠത്തിമാർ തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ ആരംഭ സൂറത്തുൻ നിസാഇന്റെ ആരംഭവാക്യം, സൂറത്തുൻ നിസായിലെ ആദ്യത്തെ ആയത്ത്. യാ അയ്യുഹൻ നാസ്, മനുഷ്യരെ, തഖൂ റബ്ബക്കും, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഞാൻ എന്റെ സ്വന്തം നഫ്സിനോടും അത് കഴിഞ്ഞാൽ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യാൻ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങൾ അല്ലാഹു തആല ഒരു നഫ്സിൽ നിന്നാണ് പടച്ചിട്ടുള്ളത്, ഒരു ശരീരത്തിൽ നിന്ന്. ഒരു വാപ്പയുടെ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് തുടക്കം. وخلق منها زوجها, ആദം നബിയിൽ നിന്നാണ് അവരുടെ ഇണയെ പടച്ചത്, ഹവ്വാ ബീവിയെ. ഉമ്മ ഒന്നാണ്, വാപ്പ ഒന്നാണ്. കുച്ച് ബഡി ബാത് ഹോതി ഹോതേ ജ മുസൽമാൻ ഭി ഏക്. മുസ്ലിമീങ്ങൾക്കും ആ ഒരു ഏകമായ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇഖ്ബാൽ കുതിച്ചു പോയിട്ടുണ്ട്. ഒരു കുടുംബത്തെ പോലെ മനുഷ്യരാശിയെ കാണുകയാണ് അല്ലാഹു. മനുഷ്യരെ, നിങ്ങളുടെയൊക്കെ വാപ്പ ഒന്നാണ്, ഉമ്മ ഒന്നാണ്. وبث منهما رجالا كثيرا ونساء, ഒരുപാട് പുരുഷന്മാരും ആണുങ്ങളെയും അല്ലാഹു പടച്ചത് ആ ഒരു ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നുമാണ്. ഒരു മാതാവിൽ നിന്ന്, പിതാവിൽ നിന്ന്. നിങ്ങൾക്കൊരു പിതാവും മാതാവും ഉള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭൗതികമായ ജന്മത്തിന് കാരണക്കാരാണവർ എങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ കാരണക്കാരൻ, നിങ്ങളുടെ സബബുൽ വുജൂദ്, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരാനുള്ള കാരണം അല്ലാഹുവല്ലയോ? അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. വസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, ശുദ്ധ ഖുർആൻ 4 സ്ഥലങ്ങളിൽ അല്ലാഹുവിനെ അനുസരിക്കണേ, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അനിഷ്കുർലി വലിവാലിദൈക, എനിക്ക് നന്ദി ചെയ്യണം, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. വസ്വ, ഔസ്വ, 2 പ്രയോഗം കാണും ഖുർആനിൽ. ഔസ്വൈന, നമ്മൾ വസിയത്ത് ചെയ്തു. വസ്വൈന, നമ്മൾ വസിയത്ത് ചെയ്തു. അൻസൽന നസ്സൽന എന്ന് പറയുന്ന പോലെ ഒരു തവണ വസിയത്ത് ചെയ്യുമെന്ന് പറഞ്ഞ എന്താ? ഞാൻ മരിച്ചുപോയാൽ മക്കളെ, എന്റെ കാലശേഷം മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വാപ്പ അല്ലെങ്കിൽ ഉമ്മ
മക്കളോട് വസിയത്ത് ചെയ്യാൻ. നിരന്തരം വസിയത്ത് ചെയ്തു, നിരന്തരം പറഞ്ഞെടുത്തു, എപ്പോഴും പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾ ഇത് ചെയ്യണേ, നിങ്ങൾ മാതാപിതാക്കളെ നോക്കണേ. അതുകൊണ്ടാ അല്ലാഹു വസ്വ എന്നാ പറഞ്ഞത്. നിരന്തരം അല്ലാഹു പറയാൻ. അൽ ഇൻസാന മനുഷ്യനോട്, മനുഷ്യരെന്ന് പറഞ്ഞതിൽ ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മതമില്ലാത്തവനുണ്ട്, ചെറിയ മക്കളില്ലേ, അവരൊക്കെ ഇൻസാനാണ്. അവരോടും അല്ലാഹുവിന്റെ ആജ്ഞയുണ്ട് മാതാപിതാക്കളെ നോക്കണമെന്ന്, മാതാപിതാക്കളെ നോക്കണമെന്ന്. ഇൻസാൻ, ഇൻസാൻ എന്ന വാക്കിന്റെ പരിധിയിൽ മക്കളും വിട്ടുപോയിട്ടുണ്ടെന്നാണ്. പക്ഷേ മക്കൾക്ക് തക്ലീഫില്ല, അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് മക്കൾ ഒരു നന്മ ചെയ്താൽ അതിന്റെ കൂലി മാതാപിതാക്കൾക്ക്. ചെറിയ മക്കൾ തെറ്റ് ചെയ്താൽ അവർക്ക് ശിക്ഷ ഉണ്ടാവില്ല. അവര് പ്രായപൂർത്തിക്ക് താഴെയാകുമ്പോ, തമീസിന്റെ പ്രായത്തിൽ താഴെയാകുമ്പോ ഉലമാഇന്റെ അഭിപ്രായങ്ങൾ. സുബ്ഹാനല്ലാഹ്, മനുഷ്യനോട് അല്ലാഹു വസിയത്ത് ചെയ്യാൻ, മാതാപിതാക്കളെ നോക്കണേ. എന്താ കാരണം എന്നറിയോ? നീ ഈ ലോകത്തേക്ക് കടന്നു വരാനുണ്ടായ ആദ്യത്തെ കാരണം നിന്റെ ഉമ്മയാണ്, നിന്റെ ഉപ്പയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ നീ നോക്കേണമേ. അവരോട് നീ വസിയത്ത്, നന്മയോടുകൂടെ പെരുമാറണം, നല്ലത് ചെയ്യണം, അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം, അവരെ തൃപ്തിപ്പെടുത്തിയേക്കണം, അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ. അയ്യകൂനൽ വലദു ഗൈളാ, മക്കൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്ന കാലഘട്ടം അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ ഭയങ്കര ദേഷ്യപ്പെടുന്ന കാലം, എന്തിനും അടിച്ചു പൊട്ടിക്കുക, അങ്ങനത്തെ മക്കളുള്ള കാലം. ദേഷ്യം ഒന്ന് ചോദിച്ചു, പിന്നെ അടുത്തത് പിന്നെ പൊട്ടിക്കലാണ്. അല്ലെങ്കിൽ ഉമ്മയെ തല്ല, വാപ്പയെ തല്ല, അല്ലെങ്കിൽ പിണങ്ങി കിടക്കുക, ഇറങ്ങി ഓടുക, ഇങ്ങനെ പിടിച്ച വാശി. ഇങ്ങനെ മക്കൾ പെരുമാറുന്നത് അന്ത്യനാളിനോട് അടുക്കുന്ന കാലഘട്ടത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ നോക്കി മക്കൾ എങ്ങനെ പെരുമാറുന്നത്. ചെറിയ കുഞ്ഞിനോടും ആണിനോടും പെണ്ണിനോടും സർവ്വമതക്കാരനോടും മുസ്ലിമിനോടും അമുസ്ലിമിനോടും ഒരുപോലെ നിന്റെ മാതാപിതാക്കളെ നീ ശരിക്കും നോക്കി പരിപാലിക്കണമേ എന്ന അള്ളാഹുവിന്റെ ആജ്ഞ. വസ്വ, നിരന്തരം ഒന്നിന് പിറകെ ഒന്നായി അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് വസ്വ എന്ന പ്രയോഗം. വസ്വൈന, ഔസ്വൈന എന്നല്ല, രണ്ടിന്റെയും അർത്ഥം ഒന്നാണ്, ധാതു ഒന്നാണ്, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. എന്ത് ചെയ്യാ? നിരന്തരം അള്ളാഹു നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ? നിന്റെ ഭൗതികമായ ജന്മത്തിന്റെ കാരണക്കാർ നിന്റെ വാപ്പയും ഉമ്മയുമാണെങ്കിൽ, നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും ജന്മത്തിന്റെ കാരണക്കാർ അവരുടെ ഉമ്മയും വാപ്പയാണെങ്കിൽ, മനുഷ്യപിതാവിന്റെ ജന്മത്തിന്റെ കാരണക്കാരൻ അല്ലാഹുവല്ലയോ? നിന്റെ ജന്മത്തിന്റെയും ശരിയായ കാരണക്കാരൻ അല്ലാഹുവല്ലേ? നിന്റെ കൺമുമ്പിൽ നിനക്ക് കാണുന്ന കാരണക്കാരാണ് നിന്റെ ഉമ്മയും വാപ്പയും. നീ അവർക്ക് നന്ദി ചെയ്തേക്കണം. എങ്കിൽ പിന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നിനക്ക് എളുപ്പമായി വരും. അള്ളാഹുവാണല്ലോ നിന്നിങ്ങോട്ട് കൊണ്ടുവന്നത്, അള്ളാഹുവല്ലേ നിന്നെ ജനിപ്പിച്ചത്, വാപ്പതിന്റെ കാരണക്കാരനല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ ജനിപ്പിച്ച അള്ളാഹുവിനെ, നിനക്ക് ജന്മം നൽകിയ അള്ളാഹുവിനെ നിനക്ക് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. എങ്ങനെ? നിന്റെ മാതാപിതാക്കളെ കണ്ടാൽ, അവരെ കാണുമ്പോൾ നിനക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. കൊണ്ടാണ് അള്ളാഹു മാതാപിതാക്കളുടെയും അള്ളാഹുവിന്റെയും വിഷയം ചേർത്ത് പറയാൻ കാരണം 4 സ്ഥലങ്ങളിൽ ശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല അച്ചടക്കം നൽകട്ടെ. ബിർറു ആബാഅകും തബുറുകും അബ്നാഉകും, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നന്നായി പെരുമാറിക്കോളൂ, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് നന്നായി പെരുമാറും. നിങ്ങൾ സ്വന്തം മാതാപിതാക്കളോട് നന്നായി പെരുമാറിയാൽ നിങ്ങൾക്ക് പ്രായമാകുന്ന കാലത്ത്, നിങ്ങൾക്കൊരു സഹായം ആവശ്യമാകുന്ന കാലത്ത് അവർ നിങ്ങളോട് നന്നായി പെരുമാറും. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് പോകാതെ ശരീരം സൂക്ഷിച്ചാൽ, നിങ്ങളുടെ ഭാര്യമാർ വ്യഭിചാരത്തിലേക്ക് പോകാതെ ശരീരം സൂക്ഷിക്കും. നിങ്ങൾ ചെയ്താൽ അവർ നിങ്ങൾക്ക് സൂക്ഷിച്ചു തരും. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അവർ സൂക്ഷിക്കും. ഏതെങ്കിലും ഒരാൾ, ഉലമാ പറയാറുണ്ട്, ഏതെങ്കിലും ഒരാൾ സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത്, അത് മാത്രമല്ല വേറെ ആരുടെയോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്താൽ, വേറെ ആരുടെയോ മക്കൾ നിങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാനുണ്ടാകും. നിങ്ങൾ നോക്കിയത് ഏതോ ഒരു വാപ്പയെ,
സ്വന്തം വാപ്പയെ ഒഴിവാക്കിയിട്ടല്ല, അവരൊക്കെ നോക്കുന്നതോടുകൂടെ വേറെ ആരുടെയോ വാപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിങ്ങൾ മുതിർന്നിട്ടുണ്ട്, സഹായം ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ദാരിദ്ര്യം നീക്കിക്കളയാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളല്ലാത്ത മാതാപിതാക്കളെ നിങ്ങൾ സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ മക്കളല്ലാത്ത മറ്റാരുടെയോ മക്കൾ നിങ്ങളെ സഹായിക്കാൻ വരുമെന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അത്ഭുതമാണത്. നീ എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെയാണ് നിന്നോട് പെരുമാറപ്പെടുന്നത്. നമ്മൾ എങ്ങനെ അങ്ങോട്ടുണ്ടാവുക. അതുകൊണ്ട് സ്വന്തം മാതാപിതാക്കളോട് നന്മ ചെയ്ത് ഇപ്പൊ തുടങ്ങിയാൽ വാർദ്ധക്യമാകുമ്പോ നിനക്കൊരു ശബാബ്, ഒരു യൗവനം കഴിഞ്ഞ് കഹലും കഴിഞ്ഞ് ശൈഖൂഖത്തിലേക്ക് വാർദ്ധക്യത്തിലേക്ക് വരുമ്പോ നിനക്ക് ആവശ്യമുണ്ട് ഒരാളിലേക്ക് ചാരി നിൽക്കാൻ ഒരാളുടെ സഹായം ആവശ്യമില്ലാതെ എഴുന്നേൽക്കാൻ പറ്റാത്ത, ഒരാളുടെ കൈത്താങ്ങില്ലാതെ നടക്കാൻ പറ്റാത്ത, ആരെങ്കിലും വായിലേക്ക് മരുന്ന് വെച്ച് തന്നാലല്ലാതെ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ സ്വന്തം മക്കള് നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. നിങ്ങൾ സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, വേറെ ആരുടെയെങ്കിലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്തിട്ടുണ്ടോ, വേറെ ആരുടെയോ മക്കൾ നിങ്ങളെ ഒന്ന് സഹായിക്കാനുണ്ടാകും. ഇതാണ് ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് ശരീഅത്തുൽ ഇസ്ലാമിന്റെ വലിയൊരു മനോഹരമായ ഒരു പാഠമാണ്. അള്ളാഹു നമുക്ക് മക്കളിൽ നിന്ന് കൺകുളിർമയെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ചെലവഴിച്ചാൽ കൂലി കിട്ടുന്നത് മക്കൾക്കാണല്ലോ. നമ്മൾ വീട് വെക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ ദുആ ചെയ്ത് തങ്ങളെ അവറുകൾ അള്ളാഹു അവർക്കൊക്കെ അത് പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ. നമ്മൾ ചെലവഴിക്കുന്നത് വീടിനോ കച്ചവടത്തിനോ വസ്ത്രം വാങ്ങിക്കാനോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്തോ ആകട്ടെ, ദീനാറൻ തുൻഫിഖുഹു അലാ അയാലിക വദീനാറൻ തതസദ്ദഖു ബിഹി അലാ മിസ്കീൻ. നിങ്ങൾ ചെയ്യുന്ന ധർമ്മങ്ങളിൽ ഏറ്റവും നല്ല ധർമ്മം തുൻഫിഖുഹു അലാ അയാലിക, നിങ്ങളുടെ ആശ്രിതർക്ക് നിങ്ങൾ ചെലവഴിക്കുന്നതാണ്. ആരാണ് ആശ്രിതർ? ബിർറ ഉമ്മക വ അബാക വ അഖാക വ ഉഖ്തക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാക്ക് നന്മ ചെയ്യണേ, വാപ്പാക്ക് നന്മ ചെയ്യണേ, വ അഖാക വ ഉഖ്തക, സഹോദരന് നന്മ ചെയ്യണം, സഹോദരിക്ക് നന്മ ചെയ്യണം. നിരാലംബരാണെങ്കിൽ, അവരെ നോക്കി വളർത്താൻ ആളുകളില്ലെങ്കിൽ, നിങ്ങളാണ് ആങ്ങളെയെങ്കിൽ പെങ്ങളെ നിങ്ങൾക്ക് നോക്കൽ ബാധ്യതയാണ്. ജ്യേഷ്ഠന് അസുഖമായി കിടക്കുന്ന ജ്യേഷ്ഠനാണ്, നിങ്ങൾക്ക് അല്ലാഹു ആരോഗ്യം തന്നു വരുമാനമുണ്ട്, ജ്യേഷ്ഠനെ പരിപാലിക്കൽ നിങ്ങൾക്ക് നിർബന്ധമായി വരും. ബിർറ ഉമ്മക വ അബാക വ അഖാക വ ഉഖ്തക ഫസുമ്മ അദ്നാക ഫഅദ്നാക. ഉമ്മയെ നോക്കണേ, വാപ്പയെ നോക്കണേ, ആങ്ങളെ നോക്കണേ, പെങ്ങളെ നോക്കണേ, പെങ്ങളെ ശ്രദ്ധിക്കണേ. സുമ്മ അദ്നാക ഫഅദ്നാക, പിന്നെ നിങ്ങളോട് അടുത്ത ബന്ധമുള്ളവർ. ഇങ്ങനെ ഇസ്ലാം കുടുംബ ബന്ധങ്ങളെ ഒരുമിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് 2 സെന്റ് ഭൂമിക്ക് വേണ്ടി ആങ്ങളെയും പെങ്ങളും തെറ്റുന്നത്? 5 സെന്റ് ഭൂമിക്ക് വേണ്ടി എങ്ങനെയാണ് ചോരബന്ധം മുറിച്ചു മാറ്റുന്നത്? സ്വന്തം ഉമ്മയോടോ വാപ്പയോടോ കൊല്ലങ്ങളായി മിണ്ടാതെ നടക്കാൻ കാരണം ഒരു 5 സെന്റ് ഭൂമി പെങ്ങൾക്ക് വാപ്പ ഏറെ കൊടുത്തതിന്റെ പേരിൽ. വാപ്പമാരത് ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷേ അതിന്റെ പേരിൽ കുടുംബ ബന്ധം മുറിക്കാൻ പാടുണ്ടോ? സ്വന്തം പെങ്ങളോട് മിണ്ടാതെ കഴിയാൻ പാടുണ്ടോ? പെങ്ങൾ ആങ്ങളയോട് തെറ്റാൻ പാടുണ്ടോ? വാപ്പ മക്കളോട്, മക്കൾ വാപ്പയോട്. സമ്പത്തിന്റെ പേരിലല്ലേ മനുഷ്യനെ കളിക്കുന്നത്? എന്താണ് ഈ സമ്പത്ത്? കബറിലേക്ക് കൊണ്ടുപോകോ? ഇല്ല. പക്ഷെ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന തർക്കങ്ങള്, പിണക്കങ്ങള്, ദുൽമുകള് എന്തെല്ലാം. അല്ലാഹു സമൂഹത്തിന് ബോധം നൽകട്ടെ. നിബിതങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുദയ്യ മൻ യഊൽ. നിങ്ങൾക്ക് അല്ലാഹു ബാധ്യതയാക്കി വെച്ച ആളുകളെ, നിങ്ങൾ നോക്കാൻ നിർബന്ധമായ ആളുകളെ നിങ്ങൾ നോക്കാതിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളിൽ വലിയ തെറ്റാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അല്ലേ നിസ്കരിക്കാൻ പറഞ്ഞത്? അല്ലാഹുവാണ് ഇവരെ നോക്കാൻ പറയുന്നത്. വാപ്പയുടെ സ്വഭാവം നന്നായിട്ട് നോക്കുക, അല്ലെ ഉമ്മയുടെ സ്വഭാവം നന്നായിട്ട്, അതൊന്നും നോക്കണ്ട. അവരുടെ സ്വഭാവം എന്തോ ആകട്ടെ, നമ്മൾ അവരെ നോക്കിയേ പറ്റൂ.
വാപ്യന്മാരൊക്കെ എന്ത് ചെയ്യണം? സ്വഭാവമൊക്കെ നന്നാക്കണം. ആ പഴയ മട്ടത്തെ ആ പിടിച്ച വാശിയും കണ്ണിനൊക്കെ ദേഷ്യം അതൊക്കെ വാപ്പാരും ഉമ്മാരും ഒന്ന് ഒഴിവാക്കും വേണം. കാലൊക്കെ മാറിയില്ലേ? കുറച്ചൊക്കെ ഒന്നൊരു ഓപ്പൺ മൈൻഡഡ്നെസ് അല്ലേ, ഒരു തുറന്ന മനസ്സൊക്കെ വാപ്പാർക്കും ഉമ്മാർക്കും വേണം. അത് വാപ്പാരും ഉമ്മാരും മനസ്സിലാക്കുക. പക്ഷെ മക്കളോട് ചില ബാധ്യതകളുണ്ട്, അത് മക്കൾ നിർവഹിച്ചേ പറ്റൂ. വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറയാണ് അല്ലാഹു തആല. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിലെ യുവാക്കളോട് പറഞ്ഞിട്ടുണ്ട്, മനിസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. ചെറുപ്പക്കാരാ, നിനക്ക് മഹർ കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ അഖല്ലു മുതമവ്വിലിൻ, വിലമതിക്കാവുന്ന ഏത് ചെറുതാണെങ്കിൽ പോലും മഹർ നിങ്ങൾക്ക് സ്വഹീഹാകും, മഹർ കൊടുക്കാൻ പറ്റും. അഖല്ലു മുതമവ്വിലിൻ, ഇത്ര തന്നെ വേണമെന്നില്ല. നിന്റെ പെണ്ണ് പൊരുത്തപ്പെടുന്ന ഒരു മഹർ, വിലമതിക്കുന്ന എന്തെങ്കിലും ഒരു മഹർ കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ, അവരുടെ ചെലവ് പുരത്താൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യണേ. ഫഇന്നഹു അഗല്ലു ലിൽ ബസ്വരി, നിങ്ങളുടെ കണ്ണുകൾ പോകുന്ന ബസ്സിലെ, കാറിലെ, വാഹനത്തിലോടുന്ന, സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന, കോളേജ് വിട്ട് വരുന്ന കുട്ടികളൊക്കെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് ഹറാമ് നിറക്കുന്നതിന് പകരം നിങ്ങളുടെ കണ്ണുകൾക്ക് ഹലാലായി അല്ലാഹു അനുവദിച്ച ഒരു ഭാര്യയെ സ്വീകരിച്ചുകൂടെ? ഞങ്ങൾ പറയാം, നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കാൻ നല്ലത് അതാണല്ലോ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി വിവാഹം ചെയ്യണേ. കണ്ടവരെ മുഖത്ത് നോക്കി നിൽക്കല്ലേ, കണ്ണിനെ സൂക്ഷിക്ക്, കണ്ണുകൊണ്ട് വ്യഭിചരിക്കല്ല. നിന്റെ ഗുഹ്യ സ്ഥാനം സൂക്ഷിക്കാനും നിനക്ക് നല്ലത് നീ വിവാഹം ചെയ്യലാണ്. ശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. അതുകൊണ്ടാണ് കല്യാണം കഴിച്ചവരെ സംബന്ധിച്ച് ശർഅ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മുഹ്സൻ. വൽ മുഹ്സനാതു മിനൻ നിസാ. മുഹ്സൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ചാരിത്ര ശുദ്ധി കൈവരുത്തിയ ആളുകൾ. കല്യാണം കഴിഞ്ഞവൻ പിന്നെ വ്യഭിചരിക്കാൻ പോവില്ല, അല്ലാത്തവനും പോവാൻ പാടില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഹലാലായ വഴി അല്ലാഹു തന്നിരിക്കെ എങ്ങനെയാണ് അവൻ ഹറാമിനെ പറ്റി ചിന്തിക്കുന്നത്? അതുകൊണ്ടാണ് വ്യഭിചരിച്ച മനുഷ്യൻ മുഹ്സനാണ് െങ്കിൽ, വിവാഹം ചെയ്തവനോ വിവാഹം ചെയ്തവളോ ആണെങ്കിൽ വ്യഭിചാരത്തിന്റെ ശിക്ഷയുടെ വ്യത്യാസമുണ്ടവിടെ. വിവാഹം ചെയ്തവനും അല്ലാത്തവനും തമ്മിൽ. വിവാഹം ചെയ്തവനോ ചെയ്തവളോ ആണെങ്കിൽ, മുഹ്സനോ മുഹ്സനത്തോ ആണെങ്കിൽ അവരെ മരണം വരെ, മരിക്കുന്നവരെ എറിയണമെന്നാണ് ശർഅന്റെ നിയമം. എറിഞ്ഞു കൊല്ലണമെന്നാണ്. വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ അറിയാവുന്നത് കൊണ്ടാണോ? ആ ഒരു സംവിധാനം നബിതങ്ങളുടെ കാലത്തില്ലാത്തത് കൊണ്ടാണോ? ഒരു കുന്തമെറിഞ്ഞ് കൊലപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണോ? മറ്റേതെങ്കിലും രീതിയിൽ ജീവനെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? അല്ല, അവൻ മുഹ്സനായിരിക്കെ, നിക്കാഹ് ചെയ്തവനായിരിക്കെ, അവൻ ദാമ്പത്യ ജീവിതം അനുഭവിച്ചവനായിരിക്കെ പിന്നെ എങ്ങനെയാണ് അവൻ ഹറാമിലേക്ക് പോയത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭൂമിയിൽ അവൻ വേണ്ട, അവന് നിന്ദ്യമായ രീതിയിൽ ഇവിടുന്ന് കൊണ്ടുപോകണം. അതുകൊണ്ട് ഉർജുമൂ, മരണം വരെ കല്ലെറിയണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ കോടതിക്ക് മുമ്പിലാണ് വിഷയമെത്തുന്നതെങ്കിൽ ആണും പെണ്ണും എറിഞ്ഞു കൊല്ലപ്പെടും. ഇതാണ് ഇസ്ലാമിന്റെ ശർഅന്റെ നിയമം. വിവാഹം ചെയ്യാത്തവനാണെങ്കിലോ ജൽദു മിഅത്തിൻ വതജ്ലീദു ആം വഇജ്ലാഉ ആം, ഒരു വർഷത്തേക്ക് നാടുകടത്തുകയും 100 വീതം അടിക്കപ്പെടുകയും ചെയ്യും. അവര് ചാട്ടവാറുകൊണ്ടുള്ള അടി. ആർക്ക്? വിവാഹം ചെയ്യാത്തവനാണ് വ്യഭിചരിച്ചതെങ്കിൽ. അതിനൊക്കെയുള്ള പരിഹാരം അല്ലാഹു നിങ്ങൾക്ക് മഹർ കൊടുക്കാൻ കഴിവ് തന്നാൽ, ചെറുപ്പക്കാരാ എന്റെ ബിസിനസ് ഒന്ന് ഉഷാറാവട്ടെ എന്നിട്ട് മതി എന്ന് പറയല്ല. 10 കൊല്ലം നീണ്ടു നിൽക്കും നിന്റെ വീട് പണി തീരട്ടെ എന്ന് പറയല്ല. നിനക്ക് മഹർ കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നിക്കാഹിനെ പറ്റി ആലോചിച്ചോ. നിന്റെ പഠനം മുന്നോട്ട് പോയിക്കോട്ടെ, കച്ചവടം മുമ്പോട്ട് പോയിക്കോട്ടെ, വ്യഭിചാരത്തിലേക്ക് പോകാതെ ശരീരം സൂക്ഷിച്ചോളൂ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാവിൽ കണ്ട ഒരു കാഴ്ചയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ടുപോയി അല്ലാഹുവിന്റെ മലക്കുകൾ നോക്കുമ്പോൾ ജുബ്ബുൻ മുഗത്താ, മൂടപ്പെട്ട ഒരു കിണർ പോലെ ഞങ്ങൾ കണ്ടു. അത് നരകമായിരുന്നു. ആ നരകത്തിന്റെ ഉള്ളിൽ ഒരുപാട് ആളുകളുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും. വസ്ത്രങ്ങളില്ലാത്തവര് ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും. ആ പാത്രത്തിന്റെ ഉള്ളിൽ നിറയെ തീയാണ്. അടിയിൽ നിന്ന് തീയങ്ങ് പൊങ്ങുമ്പോൾ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നാകെ ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റോടാൻ ഭാവിക്കുന്ന പോലെ ആ
ആ മൂടപ്പെട്ട ഒരു കലം പോലെ നിൽക്കുന്ന നരകത്തിന്റെ ഒരു കുഴിയാണ്. ഇതിന്റെ മേലോട്ട് എല്ലാവരും പൊങ്ങി വരും, ആർത്ത് വിളിച്ചിട്ട്. ആർക്കും പുറത്തു വരാൻ പറ്റുന്നില്ല. തീ അങ്ങ് താഴെ പോയാൽ ഇവര് താഴെ പോകുന്നു. തീ വരുമ്പോൾ മേലോട്ട് ആർത്ത് നിലവിളിച്ച് മേലെ വരുന്നു. മൻ ഹൗലാഇ യാ ജിബ്രീൽ, ജിബ്രീലേ ഇതാരാണ്, ആരാണ്, എന്താണ് ഈ സംഭവിക്കുന്നത്? നബിയേ ഹൗലാഇ സുനാതു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഉമ്മത്തുകളിൽ വ്യഭിചാരം ചെയ്ത് നടന്നവരെ അള്ളാഹു ശിക്ഷിക്കുന്ന രീതിയാണിതെന്ന് മിഅ്റാജിന്റെ രാവിൽ ഹബീബിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹു ജല്ല ജലാലു. അതുകൊണ്ടാണ് അള്ളാഹു കാവൽ ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്, നിങ്ങൾ തഹ്സീൻ ചെയ്തോളൂ, ശരീരം സൂക്ഷിച്ചോളൂ, വിവാഹത്തെ പറ്റി ആലോചിച്ചു തുടങ്ങിക്കോളൂ, നീട്ടിക്കൊണ്ടുപോവേണ്ട. കണ്ണ് സൂക്ഷിക്കാനും ശരീരം വ്യഭിചരിക്കാതെ സൂക്ഷിക്കുവാനും നിങ്ങൾക്ക് ഉത്തമം അതാണ്. അതുകൊണ്ടാണ് വിവാഹപ്രായമെത്തിയിട്ടും മക്കളെ പഠിപ്പിച്ച് നിങ്ങൾ മെഡിസിൻ പഠിപ്പിച്ചോ കുഴപ്പമില്ല, എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ചോ കുഴപ്പമില്ല, എത്ര കാലം വേണമെങ്കിലും പഠിപ്പിച്ചോ. പക്ഷേ വിവാഹത്തിലേക്ക് ആഗ്രഹമാകുന്ന ഒരു കാലമായി തുടങ്ങിയാൽ, വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്ന ഒരു പ്രായം നിങ്ങളുടെ പെൺമക്കൾക്കോ ആൺമക്കൾക്കോ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം ചെയ്യിച്ചു കൊടുക്കണം. എന്നിട്ട് മതി പഠനം. വിവാഹത്തിന്റെ സമയമായി കഴിഞ്ഞാൽ വിവാഹം ചെയ്യിപ്പിക്കണേ. 3 വിഷയങ്ങൾ നീട്ടിക്കൊണ്ടുപോവല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 വിഷയങ്ങൾ നീട്ടിക്കൊണ്ടുപോവരുത്. 1, നിസ്കാരത്തിന്റെ സമയമായാൽ അത് വളരെ പെട്ടെന്ന് അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിച്ചേക്കണം. 2, ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആള് ഗൾഫിൽ നിന്ന് വരട്ടെ, അബുദാബിയിൽ നിന്ന് വരട്ടെ, ഖത്തറിൽ നിന്ന് വരട്ടെ, കുവൈത്തിൽ നിന്ന് വരട്ടെ, കാത്തുവെക്കണ്ട. മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിങ്ങൾ ഉടനെ മറവ് ചെയ്തേക്കണം. പിന്നെ പറഞ്ഞു 3-ാമത്തെ വിഷയം, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വിവാഹപ്രായമെത്തി വിവാഹത്തിലേക്ക് ആഗ്രഹം തോന്നി തുടങ്ങിയാൽ പിന്നെ കല്യാണം അതും ഇതും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവണ്ട. നിക്കാഹ് ചെയ്യിപ്പിച്ചോ, നിക്കാഹ് ചെയ്യിച്ചിട്ട് മതി ബാക്കി പഠനം. അല്ലാതിരിക്കുമ്പോഴാണ് ഇല്ലാതകുൻ ഫിത്നതും ഫിൽ അർളി വഫസാദുൻ അരീദ്. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, ഇദാ അതാകും മൻ തർളൗന ദീനഹു വഅമാനതഹു ഫസവ്വിജൂഹു. നിങ്ങൾക്കൊരു ചെറുപ്പക്കാരന്റെ മതബോധവും ആ ചെറുപ്പക്കാരന്റെ സത്യസന്ധതയും ബോധ്യപ്പെട്ടാൽ, പ്രായപൂർത്തിയായി വിവാഹപ്രായമെത്തി നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിവാഹം ചെയ്തു കൊടുക്കാം. ഈ സത്യസന്ധന്, ദീനുള്ള ചെറുപ്പക്കാരന്. ഇല്ലാതെ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ തകുൻ ഫിത്നതുൻ ഫിൽ അർളി, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഫിത്നയുണ്ടാകും. വഫസാദുൻ അരീദ്, ഒരുപാട് ഭയാനകമായ വിപത്തുകൾ ഇവിടെ സംഭവിക്കും. ആ വിപത്തിന്റെ ബാക്കിയാണ് പൂജാരിയുടെ കൂടെ ഇറങ്ങി ഓടുന്നത്. ആ വിപത്തിന്റെ ബാക്കിയാണ് 4 കുഞ്ഞുങ്ങളുള്ള ഉമ്മ തന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിന്റെ ഉള്ളിൽ മണിമാളികൾ സുഖിച്ച് ജീവിച്ചിട്ട് കണ്ടവന് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് കൂടെ ഇറങ്ങി ഓടുന്നത്. നിങ്ങളുണ്ടാക്കി വെച്ച ഫിത്നയാണ്. നിങ്ങളാണ് ഇതിന് കാരണക്കാർ. നിങ്ങളാണ് അവർക്ക് തഹ്സീൻ ചെയ്യാത്തവര്. നിങ്ങൾക്ക് അവരുടെ സംരക്ഷണം അല്ലാഹു ഏൽപ്പിച്ചിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല? മക്കൾ കണ്ടവന്റെ കൂടെ പോകുന്നത്, ഒളിച്ചോടുന്നതോ മുങ്ങിയോടുന്നതോ ഒക്കെ അവർക്ക് വിവാഹത്തിലേക്ക് ആവശ്യമുള്ളൊരു ഘട്ടം വന്നപ്പോ നിങ്ങളത് ചെയ്യാതിരുന്നതിന്റെ ഫലമാണ്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ലോകത്ത് ഫിത്ന വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെറുപ്പക്കാരോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം, മുസ്ലിമീങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്, മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നത്, വിവാഹത്തിലേക്ക് ആഗ്രഹം തുടങ്ങുന്ന കാലമായാൽ ചെറുപ്പക്കാര, നിനക്ക് മഹർ കൊടുക്കാനും നിന്റെ ഭാര്യയായ സഹോദരിക്ക് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാനും നിനക്ക് സാധിക്കുമെങ്കിൽ നിക്കാഹിനെ പറ്റി ആലോചിച്ചോ. നിനക്ക് അല്ലാഹു അതിൽ ബറക്കത്ത് തരും. നിന്റെ ദീനിന്റെ 2 ഭാഗം അല്ലാഹു പൂർത്തിയാക്കി തരും. ഒരു ഭാഗം പിന്നെ നീ ശ്രദ്ധിച്ചാൽ മതി. 2 ഭാഗം പൂർത്തിയാണ്. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റജ സുലുസൈ ദീനിഹി. ആദ്യത്തെ പരിഹാരം ഇതാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അദ്ദുന്യാ മതാ വഖൈറു മതാഇഹാ അൽമർഅതു സ്വാലിഹ. നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയ സമ്പാദ്യം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണാണ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ഭാര്യയാണ്. അല്ലാഹു നമ്മുടെ കുടുംബിനികളെയൊക്കെ സ്വാലിഹത്തുകളായി നല്ലവരാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാരെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി കൊടുക്കട്ടെ, നല്ലവരാക്കി കൊടുക്കട്ടെ. അല്ലാഹു നല്ലവരാക്കി കൊടുക്കട്ടെ. ചില തെറ്റുകൾ പൊറുക്കപ്പെടണമെങ്കിൽ
മക്കളെ ചൊല്ലിയുള്ള വേവലാദികളെ കൊണ്ടല്ലാതെ, മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്കുണ്ടാകുന്ന തലവേദന കൊണ്ടല്ലാതെ പൊറുക്കപ്പെടാത്ത ചില തെറ്റുകളുണ്ട്. അല്ലാഹു അത് പൊറുക്കണമെങ്കിൽ മക്കളാൽ ഒരു പ്രയാസം, ഒന്നുകിൽ കെട്ടിക്കാൻ നേരം വൈകിയിട്ടുണ്ട്. ഒരാൾ അങ്ങനെ പറഞ്ഞു, 35 വയസ്സായി പെങ്ങൾക്ക് കല്യാണം വന്നിട്ടില്ല. അള്ളാഹു ആ സഹോദരിക്ക് അതുപോലെയുള്ള വിവാഹം ആലോചിക്കുന്ന സഹോദരിമാർക്കൊക്കെ യോജിച്ച ഇണകളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരുണ്ട്, അവർക്കൊക്കെ ദീനിൽ അവരെ സഹായിക്കുന്ന ഇണകളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കളെ ചൊല്ലിയുള്ള ഈ വേവലാദികളെ കൊണ്ടല്ലാതെ പൊറുക്കപ്പെടാത്ത ചില പാപങ്ങൾ. ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പെൺകുട്ടി ഒരു പൂജാരിയുടെ കൂടെ ഇറങ്ങി ഓടി എന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ അറിഞ്ഞോ? ഇത് അത്ര പെട്ടെന്നല്ലേ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടേ, നല്ലത് പറഞ്ഞാലും വേ എത്തും, ചീത്ത പറഞ്ഞാലും വേ എത്തും, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് എത്തിക്കളയും. ആയിക്കോട്ടെ, പക്ഷെ നമുക്കൊരു വിഷമുണ്ട് അതില്. നമ്മുടെ ഒരു മുസ്ലിം കുട്ടിയല്ലേ, ആ കുട്ടി എങ്ങാനും ഇസ്ലാമിൽ നിന്ന് മതം മാറിപ്പോയാൽ റിദ്ദത്താണ്, മുർത്തദ്ദാണ്, നരകമാണ് പിന്നെ ശിക്ഷയുള്ളത്. ആ കുട്ടിയെ പോറ്റി വളർത്തിയ ഉമ്മ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടേ കുട്ടി ഉമ്മയോട് പറഞ്ഞത്, ഉമ്മ ഭർത്താവിന്റെ വീട്ടുകാര് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്, എന്നെ നിങ്ങൾ ടൗണിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. ഉമ്മ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ടൗണിൽ കൊണ്ട് ഇറക്കി കൊടുത്തു. ഓൾ ഇവനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്, അവന്റെ കൂടെ അങ്ങ് പോയി. ഇതാണ് ഇപ്പൊ സംഭവിച്ചത്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെ താലോലിച്ചുണ്ടാക്കുന്ന മക്കളാണ് നമ്മുടെ മക്കളൊക്കെ, എങ്ങനെ നമ്മൾ വളർത്തുന്നത്. അവർക്കൊരു ചെരുപ്പ് വാങ്ങിക്കുമ്പോ എത്ര ക്വാളിറ്റി നോക്കിയിട്ട് എടുക്കണത് അല്ലേ? ഇത് നല്ല തന്നെയാണോ? ഷർട്ട് എടുക്കുമ്പോ, ഡ്രസ്സ് എടുക്കുമ്പോ ഇത് ചൂടെടുക്കോ കുട്ടിക്ക്? പാമ്പേഴ്സ് വാങ്ങിക്കുമ്പോ, ഡയാപ്പർ വാങ്ങിക്കുമ്പോ നല്ല കമ്പനി ആയിക്കോട്ടെ, എന്ത് കുഞ്ഞിന് മുറിവായി പോണ്ട. ഇങ്ങനെയൊക്കെ വളർത്തിയുണ്ടാക്കിയ മക്കൾ, അവർക്ക് സ്വന്തമായി നടക്കാനും തീരുമാനിക്കാനും ഓടാനും ഒക്കെ പ്രായമാകുമ്പോ സ്വന്തം മാതാപിതാക്കളെ ഇട്ടേച്ച് ഓടുമ്പോ ആ ഉമ്മയുടെ വാപ്പയുടെ മനസ്സിലെ വേദന ഇവിടെ കൊണ്ടുപോയി വെക്കും. എന്തായിരിക്കും ആ സങ്കടം? അങ്ങനെയൊക്കെ ചില സങ്കടങ്ങൾ ഉണ്ടായാൽ അള്ളാഹു അവരുടെ ഒരുപാട് പാപങ്ങൾ അതുകൊണ്ട് പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾക്കൊന്നും ബുദ്ധിമോശം സംഭവിക്കാതെ, മൃഗങ്ങളെപ്പോലെ ഭോഗത്തിന് മാത്രം ജീവിക്കുന്ന മൃഗങ്ങൾ പോലും അങ്ങനെയല്ല. അതായത് മൃഗങ്ങളെ പോലെ എന്ന് പറയാനും പറ്റില്ല, ദുർനടപ്പുകാരായ മനുഷ്യരെ പോലെ എന്ന് ഞാൻ പറയട്ടെ. വെറും ഭോഗിക്കാനും സുഖിക്കാനും മാത്രം ജീവിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ മക്കളുടെ ചിന്തകൾ, നമ്മുടെ ആൺമക്കളും പെൺമക്കളും ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്ന ഒരവസ്ഥ. നമ്മുടെ മുതിർന്നവരും ചെറിയവരും ഏതു നേരവും വ്യഭിചാരത്തിന്റെ ചിത്രങ്ങൾ, വ്യഭിചാരത്തിന്റെ ചർച്ചകൾ, വ്യഭിചാരത്തിന്റെ ചിന്തകൾ. നിബിധങ്ങൾ പറഞ്ഞു, ഞാൻ പോവാണ്, ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോവാൻ. പക്ഷേ മാ തറക്തു ബഅദി ഫിത്നതൻ അശദ്ദ അല الرجال മിന النساء, ഞാൻ പോയാൽ നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഫിത്ന പെണ്ണുങ്ങളാണ്. എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് അവരുടെ ദീനും ബുദ്ധിയും നഷ്ടപ്പെടാൻ പെണ്ണുങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഫിത്ന എന്റെ കാലശേഷം എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾ കരുതിയിരിക്കണേ. എന്റെ കാലശേഷം നിങ്ങൾക്ക് വരാനുള്ള ഏറ്റവും വലിയ ഫിത്ന അതാണ് പെണ്ണുങ്ങൾ.